ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 6 ബാറ്റിൽ ഓഫ് എന്താണെന്ന് പേരിടാത്ത ഷോയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ്. അപ്പം അപ്ഡേറ്റ്സിൽ പറയാനുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ തൊപ്പി ദ യൂട്യൂബർ തൊപ്പി എന്താണേലും ബിഗ് ബോസിൽ ഇത്തവണ വരില്ലെന്നുള്ള കാര്യം ഉറപ്പായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ ഈ എന്താ ബിഗ് ബോസിൽ അവർ വിളിച്ച കാര്യം ഇന്റർവ്യൂ നടത്തിയ കാര്യമൊക്കെ പബ്ലിക്കായിട്ട് സൂചിപ്പിച്ചു, വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അത് കാരണം അതിലൊരു ഗുമ്മില്ല എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് ഒഴിവാക്കിയത് തൊപ്പിയെ. ഇനി വൈൽഡ് കാർഡായിട്ട് തൊപ്പിയെ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ ആദ്യം ഉണ്ടായിരിക്കുന്ന 21 കണ്ടസ്റ്റന്റുകളിൽ തൊപ്പി ഉണ്ടാകാനുള്ള സാധ്യത ഇതോടുകൂടി അടഞ്ഞെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ തൊപ്പിക്ക് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മേഖലയിൽ നല്ല രീതിയിൽ ഫാൻസ് ഉള്ള ആളാണ്. പക്ഷെ അതുകൊണ്ട് എന്തൊക്കെ ഇരുന്നാലും ഈ ഒരു കാര്യം കൊണ്ട് തൊപ്പി എന്താണെങ്കിലും ആദ്യ 21 ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നിശേഷം നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 കൺഫേം ആയിരിക്കുന്ന കുറച്ച് മത്സരാർത്ഥികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് ഒരു 90% എന്താണെങ്കിലും ബിഗ് ബോസിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിലാദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ മുകേഷ് ആണ്. അതായത് ഫുഡ് ബ്ലോഗർ മുകേഷ്. പുള്ളി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുള്ളിയുടെ കറക്റ്റുള്ള പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലു ജെഡി മുകേഷ് എന്നാണ് അക്കൗണ്ടിന്റെ പേര്. അപ്പൊ പുള്ളി വരും. നല്ലൊരു രീതിയിലുള്ള ഫുഡ് ബ്ലോഗറാണ്. അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. പുതിയ യൂട്യൂബേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ പുള്ളി എന്താണേലും ബിഗ് ബോസിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സീസൺ 6. അതുപോലെ തന്നെ നമ്മുടെ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന ഒരു സീരിയൽ അഭിനയിക്കുന്ന ആളാണ്. കൂടാതെ തന്നെ സിനിമ നടിയാണ് എന്ന നിലയിലൊക്കെ, ആങ്കറാണ് എന്ന നിലയിലൊക്കെ വളരെ തിളങ്ങി നിൽക്കുന്ന ആളാണ്. ശരണ്യ ആനന്ദും ബിഗ് ബോസിന്റെ ആദ്യ 21 ലിസ്റ്റിലുണ്ട് എന്നാണ് ഇപ്പൊ അറിയാൻ കഴിച്ചത്. പിന്നെ അതുപോലെ തന്നെ ധന്യ അഹമ്മദ് എന്താണെങ്കിലും ബിഗ് ബോസിന്റെ ലിസ്റ്റിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത്. പുള്ളിക്കാരത്തി ഒരു സിനിമ ആക്ട്രസ് ആണ്. പുള്ളിക്കാരത്തി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. പുള്ളിയും എന്താണെങ്കിലും ഇത് ഈ ലിസ്റ്റിൽ കാണുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഇത്തവണ എന്താണെങ്കിലും ഒരു പുതിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും, ഒരു വെറൈറ്റി ആയിട്ടുള്ള തീമും ആയിരിക്കും ബിഗ് ബോസ് കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പൊ തന്നെ 4 ബെഡ്റൂം സെറ്റപ്പ് ഒക്കെ കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാലും തീപാറെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇനി കൂടുതൽ ആൾക്കാർ പറയുകയാണെങ്കിൽ മറ്റേ യാമിനി റാണി എന്ന് പറയുന്ന സിനിമ സീരിയൽ ആർട്ടിസ്റ്റ്, പുള്ളിക്കാരത്തെയും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഏഷ്യാനെറ്റിന്റെ പ്രോഡക്ട്സുകളും വരാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഫിറ്റ്നസ്, ട്രാൻസ്ജെൻഡർ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നും ആൾക്കാരുണ്ടാവും. ഇത്തവണ മത്സരം കടുക്കാനാണ് സാധ്യത. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ഈ അപ്ഡേറ്റ് ലിസ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഒന്നും പുറത്തു വിടാതെയാണ് അവസാന നിമിഷമാണ് പറയുന്നത്. അതുമല്ല, പുറത്ത് പറഞ്ഞവരുടെ അങ്ങനെയുള്ളവരെയൊക്കെ മാക്സിമം ഒഴിവാക്കാനും ബിഗ് ബോസ് ഇത്തവണ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയാനാണെങ്കിൽ വളരെ പാടാണ് നമുക്ക് അപ്ഡേറ്റ് കിട്ടാൻ. അപ്പൊ നമ്മള് അവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാണ് ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. എൻ്റെ ഇത് സീസൺ 6 ഫസ്റ്റ് വീഡിയോയും കൂടെയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്യുന്നില്ല. കാരണം കൃത്യമായ വിവരങ്ങൾ കിട്ടാതെ എങ്ങനെയാണ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഊഹാവാൻ വെച്ച് ഇതിപ്പോ ഏകദേശം ഉറപ്പായ ആൾക്കാരും തന്നെ പറയാണ്. പിന്നെ അതുപോലെ തന്നെ അപ്സര എന്ന് പറയുന്ന സീരിയൽ സിനിമ ആക്ട്രസ്, പുള്ളിക്കാരത്തെയും ഉണ്ട് എന്നാണ് ഇപ്പൊ കിട്ടിയ ന്യൂസ്. ഇപ്പൊ പുതുതായിട്ട് കിട്ടിയ ന്യൂസാണ്. അതുപോലെ തന്നെ ബാക്കി കാര്യം പറയാനാണെങ്കിൽ രാധിക തന്നെ ജേർണലിസ്റ്റ് വിഭാഗത്തിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ജസ്ല പ്രവീൺ സീരിയൽ ആർട്ടിസ്റ്റ്, ആങ്കർ, പുള്ളിക്കാരത്തി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് സിദ്ധാർത്ഥ് പ്രതാപ് തട്ടിയും മുട്ടിയും, പുള്ളിയും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഋഷി പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, പക്ഷെ ഋഷിയുടെ കാര്യത്തിൽ കൺഫേം ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് പേരുകളൊക്കെ ജിൻഡോ ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ട് വരുമെന്നാണ് പറയണത്. പിന്നെ സുജോ ടോക്സ്, അനു അജ്മല്, അങ്ങനെ കുറെ പേര് വരാൻ സാധ്യതയുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഷാലുപ്പയാടിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഷാലുപ്പയാടൊക്കെ എന്താണ് വിളിച്ചാൽ പോകാൻ സാധ്യതയുണ്ട്. ആറാട്ടണ്ണനെ വിളിച്ചില്ലെന്നാണ് ആറാട്ടണ്ണൻ പറഞ്ഞത്. എന്നാലും ചുമ്മാ പറഞ്ഞാൽ ചിലപ്പോൾ ആറാട്ടണ്ണന് കാണാം. എന്നാലും മുകേഷ് നായർ എന്താണെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. അതിനൊരു വിഷയമില്ല. എന്നാലും 24/7 ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഫുൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഇത് വെച്ച്. പിന്നെ പറയാനാണെങ്കിൽ ബിഗ് ബോസിന്റെ ലോഞ്ച് ചെയ്യുന്നത് മാർച്ച് 10 7 PM അന്നറിയാം ആരൊക്കെ വന്നു ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് കഴിഞ്ഞ് ഈ ചാനലിലൂടെ പറ്റുന്ന രീതിയിൽ അപ്ഡേറ്റ്സുകളും റിവ്യൂ ഉണ്ടാകുന്നതാണ്. പിന്നെ ആദ്യം ആരാണ് പുറത്തായെന്നുള്ള കാര്യങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഏറ്റവും ആദ്യം എൻ്റെ അതിൽ കൂടെ ഇതെല്ലാം പറയാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും, കഴിഞ്ഞ സീസൺ പോലെ തന്നെ. അപ്പം ഈ മാർച്ച് 10 ഞായറാഴ്ച വരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പൂരത്തിന് കൊടി പാറട്ടെ.